റിപ്പോർട്ടർ ചാനലിൽ വീണ്ടും തൊഴിൽ പീഡനമെന്ന് ആരോപണം. കോട്ടയം റിപ്പോർട്ടറായിട്ടുള്ള അഞ്ജന അനിൽകുമാറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. ചാനലിൽ ജോലിക്കിടെ ടോയ്ലറ്റിൽ വീണ് കൈയൊടിഞ്ഞതിന് ശേഷവും മതിയായ അവധി തന്നിട്ടില്ല. അവധി നൽകാത്തതിനാൽ അവരുടെ കൈയിലെ പരിക്ക് അതീവ ഗുരുതരമായെന്ന നിലയ്ക്കാണ് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഞ്ജന അനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേ ഇങ്ങനെയാണ്: ചില യാത്രകൾ അപ്രതീക്ഷിതമായി അവസാനിക്കും, അതുപോലെ ഒന്നാണ് ഇതും. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായിരുന്നു. ഇവിടെ നിന്നും ഇറങ്ങുന്നു. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ, അതിലും വലുതായി മറ്റൊന്നുമില്ല. 1 മാസം മുൻപ് കോട്ടയത്തെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലത് കൈക്ക് 2 ഒടിവുണ്ടാവുകയും ചെയ്തു. കൈ ഒടിഞ്ഞല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖൻ്റെ മറുപടി. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ട കൈയുമായി ജോലിക്ക് കയറാൻ നിർബന്ധിതയായി. റെസ്റ്റില്ലാത്ത ഓട്ടം കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ടിയിരുന്നത് സർജറിയിലെത്തി. അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്ന സർജറിക്ക് വേണ്ടി 4 ദിവസം ലീവ് ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി. അപ്പോൾ മുതൽ സ്ഥാപനം വിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് ചാനൽ പ്രൊമോയിലെ ഒരു വാചകമായും കാറിൻ്റെ സ്റ്റിക്കറായും മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, അത് നടപ്പിലാക്കേണ്ടത് തൊഴിലിടത്തിലായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർ ഇവിടെ നിന്നും പോയിട്ടുണ്ട്. വാർത്തകൾക്ക് വേണ്ടി തൻ്റെ കീഴിലുള്ള റിപ്പോർട്ടർമാരെ എന്തും പറയാമെന്ന് വിശ്വസിക്കുന്ന ഒരു ബ്യൂറോ ചീഫാണ് അതിന് കാരണം. കേട്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനും പരാതി നൽകി. ഉടൻ തന്നെ ട്രാൻസ്ഫർ തന്ന് സഹായിച്ചു. ഒരു ജൂനിയർ റിപ്പോർട്ടറുടെ പരാതി ആയതുകൊണ്ട് ഗൗരവത്തിൽ എടുക്കാത്തതായിരിക്കുമെന്ന് ചിന്തിച്ചു. ചില മുതിർന്ന റിപ്പോർട്ടർമാരും പരാതി നൽകി, ഗുണമുണ്ടായില്ല. ഒടുവിൽ അവർ ഇവിടം വിടുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും തലസ്ഥാനത്ത് ഒരു വിഷപ്പാമ്പായി അയാൾ വാഴുന്നു. കർമ്മ ഈസ് എ ബൂമറാങ് എന്നാണല്ലോ, നോക്കാം. വീഴാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചവരുണ്ട്. അവർ തന്നെയാണ് മുന്നോട്ട് നടക്കാനുള്ള ഊർജം പകർന്നത്. മുൻപിൽ വലിയ ലക്ഷ്യങ്ങളുള്ളപ്പോൾ തൊട്ടടുത്തുള്ളത് വിട്ടുകളയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ഇതാണ് അഞ്ജന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ്. തലസ്ഥാനത്തെ ബ്യൂറോ ചീഫായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള തൊഴിൽ പീഡനം ആരോപിച്ചുകൊണ്ടാണ് ആരോഗ്യസ്ഥിതി മോശമായിട്ട് കൂടി തനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു എന്ന് തുടക്കക്കാരിയായിട്ടുള്ള റിപ്പോർട്ടർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും പോസ്റ്റിന് വലിയ തോതിലുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ അധികൃതർ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. ചാനലിലെ വിശ്രമമില്ലാത്ത തൊഴിൽ മടുത്ത് പലരും സ്ഥാപനം വിട്ടു എന്ന ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മാനേജ്മെന്റിന്റെ കൂടി വിശദീകരണം വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകത്തുള്ളൂ. എന്തായാലും അഞ്ജന ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് വലിയ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ചാനലിനെതിരെ ഇതൊരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു.